ഈസ്റ്റേൺ സെൽഫിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈസ്റ്റേൺ സെൽഫിയിൽ ചർച്ച ചെയ്ത വിഷയം വിശുദ്ധ കലാപങ്ങൾ. ജസ്മി പറയുന്നത് ശരിക്കും സത്യമായിട്ട് മടത്തി നടക്കുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും ഒരു മുട്ടുസൂചി വേണമെങ്കിൽ അനുവാദം വേണം, അതിന് ബഡ്ജറ്റ് ഉണ്ടാക്കിയിരിക്കണം. ബഡ്ജറ്റ് നിന്റെ ബഡ്ജറ്റ് നിന്നെ എങ്ങനെയാ തരുന്നേ? അപ്പൊ നമ്മൾ തുണിയുടെ പ്രശ്നം സാധാരണ വരാറില്ല. എല്ലാ പ്രശ്നങ്ങളും ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഈ അതോറിറ്റികളുടെ കയ്യിലാണ്. അത് നമ്മൾ മുട്ടുകുത്തിന്ന് വാങ്ങണം. നമ്മൾ ഏതാണ്ട് അടിമക്കച്ചവടത്തിന് പണിയെടുത്ത് ചെന്ന് തിരക്കുന്ന മാതിരിയുള്ള നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം വിട്ടുപോകരുത്. അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലിരിക്കണം. കൽക്കട്ടയിൽ ചെളിക്കുണ്ടിൽ നടന്ന മദർ തെരേസ ആ നീലക്കരയുള്ള സാരി വൈകിട്ട് കഴുകിയിട്ട് ഉണങ്ങിയിട്ടാണ് പിറ്റേ ദിവസം അതിനിറങ്ങിയത് എന്ന കാര്യം മറക്കരുത്. എനിക്ക് പുറത്തിടുന്ന ഡ്രസ് ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞു, അണ്ടർ ഗാർമെന്റ്സ്. എന്റെ പുറംമൂടി ഡ്രസ്സല്ല ഞാൻ പുരുഷന്മാരെക്കാൾ കൂടുതൽ അത്തരം ആവശ്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് അവർക്കൊരു പ്രൊവിൻഷ്യൽ ഉണ്ട്. എന്താ ജിസ്മി പ്രൊവിൻഷ്യൽ ആവാതിരുന്നത്? ആലോചിക്കണം. ഒരു കാര്യം, അവരുടെ പ്രൊവിൻഷ്യലിനെ തെരഞ്ഞെടുക്കുന്ന ജസ്മികളും കൂടിയാണ് അല്ലേ? ഇവരൊക്കെ ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ്, ഇവരുടെ പ്രൊവിൻഷ്യലിനെ, ഇവരുടെ സുപ്പീരിയേഴ്സിനെ ഒക്കെ തിരഞ്ഞെടുക്കുന്ന അച്ഛന്മാരല്ല. 25 രൂപ ഞാൻ ഇറങ്ങുന്ന സമയമാകുമ്പോഴേക്കും മാസത്തിൽ ഒരു 75 രൂപ പോക്കറ്റ് മണി അല്ലേ ഉദ്ദേശിച്ചത്. ഒരു സംവിധാനത്തിൽ 75 രൂപ മാസത്തിൽ തരാറുണ്ട്. അത് വർഷം എത്തുമ്പോൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് തിരിച്ച് മദറിന് കൊടുക്കണം. സാലറി വേറെ ഉണ്ടോ? ഈ സാലറി നമ്മൾ ഒപ്പിട്ട് കൊടുക്കും, നമുക്കൊന്നുമില്ല. നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കണം. അത് നോക്കരുത് എന്നൊക്കെ ആദ്യം പറയാറുണ്ട്. സ്വകാര്യമായിട്ട് നോക്കില്ല, അവസാന സമയത്തൊക്കെ അല്ല ഞാൻ പ്രിൻസിപ്പൾ ആയിരിക്കുമ്പോ എല്ലാവരുടെയും ഞാനാണല്ലോ അടിയിൽ സൈൻ ചെയ്യുക. എനിക്ക് അന്ന് ഇറങ്ങുമ്പോ 40,000 ആണ് കിട്ടിയിരുന്നതെന്ന് അവിടെ ഓഫീസിൽ നിന്ന് പറഞ്ഞു കേട്ടു. ഞാൻ ശ്രദ്ധിക്കാറില്ല, മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു മഠത്തിൽ 10 കന്യാസ്ത്രീകളുണ്ടെന്ന് വിചാരിക്കുക. അതിലൊരു കന്യാസ്ത്രീക്ക് 40,000 രൂപ കിട്ടുന്നു, മറ്റേ കന്യാസ്ത്രീക്ക് 10 പൈസയുടെ വരുമാനമില്ല. അതുകൊണ്ട് വരുമാനമില്ലാത്ത കന്യാസ്ത്രീ ഉണ്ണണ്ട എന്നുള്ളതല്ല തീരുമാനം. ലൈംഗിക അരാജകത്വത്തെ കുറിച്ച് പൊതുവെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് മിക്ക സ്ത്രീകളും പറയുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു തിയോളജിയും ബയോളജിയും കിടന്ന് കളിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഭാഗ്യലക്ഷ്മി, ആ തിയോളജിയും ബയോളജിയും നമ്മൾ കൂട്ടിക്കുഴക്കായിരുന്നാൽ മതി. ഇവിടെ എന്നോട് ചോദിച്ചൊരു ചോദ്യം, നേരിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, വ്യക്തിപരമാണ്. ഞാനാണ് ആ പ്രശ്നം കൈകാര്യം ചെയ്തത്. 12 ലക്ഷം രൂപ അവർക്ക് കൊടുപ്പിച്ചത് ഞാനാണ്. ആ സിസ്റ്ററിന് ഇന്നും അതിനെതിരെ കേസിന് പോകാൻ സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ കേസിന് പോകത്തില്ല. ഞാൻ ചോദിച്ചത് ഇവരൊക്കെ പറയലില്ലേ, ചെയ്തോട്ടെ. എന്താ ഇവര് 12 ലക്ഷം രൂപ കൊടുത്ത കണ്ടീഷനാണ്. അല്ല, അച്ഛന്റെ പേര് വെളിപ്പെടുത്തിയില്ല. ആ കടലാസ് എഴുതി മേടിച്ച കടലാസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കോടതിയെ വെല്ലുവിളിക്കാമെങ്കിൽ ഞാൻ മാധ്യമപ്രവർത്തകൻ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞു പ്രായത്തിലെ പോയി ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് പുറത്തെ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പരിശീലനം ഒന്നും കാര്യമായിട്ട് കിട്ടുന്നുമില്ല. ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവസാനം ഒരു കുപ്പായത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവരൊരു വലയ്ക്കകത്തായി പോകും. പള്ളി പണിയുന്ന കമ്മിറ്റിക്കാർ അച്ഛന്മാരല്ല, ആ ഇടവേല അംഗങ്ങളാണ്. അതുകൊണ്ട് ഇവരെല്ലാവരും കൂടി അച്ഛന്മാരുടെ തലയെ കെട്ടിവെക്കാൻ ബേസിക് പ്രശ്നങ്ങളാണ്. മനസ്സിലായി. ഇവിടെ പറഞ്ഞു വെക്കുന്നത് കന്യാസ്ത്രീ മഠത്തിൽ ചാടുന്നതാണ് വിമോചനം, വൈദികത്തിൽ ചാടുന്നതാണ് അച്ഛൻ്റെ വിമോചനം എന്നൊരു തൊലിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ കല്യാണം കഴിച്ചോടെ ഇരിപ്പുണ്ടല്ലോ. കല്യാണം 25 വയസ്സ് കടിച്ചു കഴിഞ്ഞാൽ പിന്നെയും പ്രായമില്ലേ, ചാടാലോ, ചാടുന്നുണ്ടല്ലോ. വിസ്ഫോടനാത്മകമായ കലാപം അടിച്ചു വിടുകയാണ് ചെയ്തത്. അവിടെ നിന്ന് തുടർന്നു വന്നാൽ ഇൻക്വിസിഷൻ എന്ന് പറയുന്ന ഒരു നടപടി വിധേയമാക്കിയത് കത്തോലിക്ക സഭയാണ്. ആയിരക്കണക്കിന് നിരപരാധികൾ ചെറിയ കുറ്റങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ക്രൂരമായി സ്ഥലങ്ങൾ ഛേദിച്ച് കളഞ്ഞ സ്ത്രീകൾ, കൈകാലുകൾ മുറിച്ചു കളഞ്ഞ പുരുഷന്മാർ, തിളച്ച എണ്ണയിലിട്ട് ചുടുന്ന ആൾക്കാർ, ഇങ്ങനെ എത്രയോ പൈശാചികമായ ക്രൂരതകൾ നടത്തിയ ചരിത്രം കത്തോലിക്ക സഭയ്ക്കുണ്ട്. അതിൻ്റെ പിന്തുടർച്ച മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇതൊരു പുത്തൻ സംഭവമല്ല. ഇവിടെ ആരോ പറഞ്ഞു 7ാം ക്ലാസ് 10ാം ക്ലാസ് കഴിഞ്ഞ് തീർന്നാൽ ഈ വൈദിക പരിശീലനത്തിന് കൊണ്ടുപോകുന്ന. ഇന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളുകളെയാണൊക്കെ മേജർ സെമിനാരി പോലുള്ള പഠനത്തിന് തന്നെ അയക്കുന്നത്. അപ്പോൾ സഭയിൽ വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. ഇവിടെ ഈ നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ
തെറ്റ് ഏത് ഭാഗത്തുണ്ടെങ്കിലും അല്ലെങ്കിൽ വിഷയങ്ങൾ ഏത് ഭാഗത്തുണ്ടെങ്കിലും അത് സമചിത്തതയോടുകൂടി പരിഹരിക്കാനുള്ള ഒരു സമീപനം ഉണ്ടാകണം.